ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും ഓരോ വരകൾ വരച്ചെടുക്കുക. നടുക്ക് 2 വര വരയ്ക്കുക. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചാണ്, കേബിൾ ചെയിൻ സ്റ്റിച്ചാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ അത് കിടപ്പുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. ആങ്കർ ത്രെഡാണ് എടുക്കേണ്ടത്. ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുത്തു. തൊട്ടടുത്ത് തന്നെ കുത്തി താഴ്ത്തി. ശേഷം നമ്മളിവിടെ ബുള്ളിയൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ 15 വട്ടം ചുറ്റിക്കൊടുക്കുക. നമുക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടി. ഇവിടെ തന്നെ നീഡിൽ താഴേക്ക് കുത്തി. അതിനുശേഷം ഈ പെറ്റൽ അവിടെ ഇരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പുറകിൽ കൂടി ഒരു വട്ടം കുത്തി കൊടുക്കുന്നു. വീണ്ടും നമ്മളിവിടെ മേലോട്ട് കുത്തി പൊക്കിയെടുത്തു. അതേ പോയിന്റിൽ തന്നെയാണ് താഴോട്ട് കുത്തി താത്തുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നീളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നീളത്തിലാണ് കുത്തി കൊടുക്കേണ്ടത്. 15 വട്ടം ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നൂല് വലിക്കുമ്പോൾ ഇതേ ഷേപ്പിൽ ഇത് വരും. നമുക്ക് വളരെ മനോഹരമായ ഒരു ബുള്ളിയൻ ഫ്ലവർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫ്ലവറിന് ഒരു ലീഫാണ് കൊടുക്കുന്നത്. ഇത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇതും ലേസി ഡേസി സ്റ്റിച്ചാണ്. ലേസി ഡേസി സ്റ്റിച്ചെല്ലാം വളരെ ഈസിയാണ്. നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും ലീഫെല്ലാം ഇത് വെച്ച് തുന്നാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ മുകളിലും താഴെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പൂവിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ഗോൾഡൻ മുത്ത് വെച്ച് കൊടുക്കുന്നു. ഈ മുത്ത് പാക്കറ്റായിട്ട് ഫാൻസി സ്റ്റോറുകളിൽ കിട്ടും. 40 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു മുത്തുകൂടി വെച്ച് കൊടുക്കാം. മുത്ത് വെക്കുമ്പോൾ മുത്തിൻ്റെ സെയിം കളറുള്ള നൂലെടുക്കാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ മുത്ത് വെക്കുമ്പം അതിൻ്റെ ഹോള് ഇങ്ങനെ മുകളിലേക്ക് വരരുത്. ഹോള് രണ്ട് സൈഡിലേക്ക് വരണം. 2 ഇഴ നൂലിട്ട് തുന്നണം. 2 വട്ടം തുന്നി കൊടുക്കണം. ചെറിയ നീഡിൽ എടുക്കണം. വലിപ്പം കൂടിയ നീഡിൽ കൂടി ഈ മുത്ത് കടന്നു പോകില്ല. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ചെസ്റ്റ് പാർട്ട് ചെയ്യുന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ ബോട്ടം പാർട്ടിലും നമ്മുടെ ഇഷ്ടം പോലെ കൈകളിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.